ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് ചീപ്പായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കുറച്ച് മുടി വിശേഷമായിട്ടോ. രണ്ട് ടൈപ്പിലുള്ള ചീപ്പ് എടുത്തിട്ടുണ്ട്. ഒന്നൊരു വലിയ ഇങ്ങനെ കാലുള്ള ഏഴ് അകലുള്ള ഒരു വലിയ ചീപ്പും, പിന്നെ കുറച്ച് ഏഴ് അടുപ്പമുള്ള ചെറിയ കുഞ്ഞു കാലുകളുള്ള ഒരു കുഞ്ഞു ചീപ്പും. നമുക്ക് രണ്ട് ചീപ്പ് യൂസ് ചെയ്യാം. കുറച്ച് ജട കൂടുതലാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നമ്മൾ എപ്പോഴും കുറച്ച് ഏഴ് അകലമുള്ള വലിയ ചീപ്പ്, ഈ വലിയ ചീപ്പില്ലേ, ഇതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് കയറി ഇറങ്ങിപ്പോവും. മറ്റേ ചീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുകളിൽ കൂടെ മാത്രം ഒന്ന് ഓടി അങ്ങ് പോവും, മുടിയുടെ ഉള്ളിലോട്ട് ഈ ചീപ്പിൻ്റെ കാലുകൾ ഇറങ്ങത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇതുപോലെ കണ്ടോ ഇങ്ങനെ ജട കെട്ടിക്കിടക്കുവാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എല്ലാ സൈഡിൽ നിന്ന് ഊരിപ്പോത്തില്ല. ഞാൻ മെയിനായിട്ട് പറയുന്നത് കേളി ഹെയറിൻ്റെ കാര്യമാണ്. കുറച്ച് ചുരുണ്ട മുടിക്ക് ഒരു പ്രത്യേക കെയർ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു കഥ പറയാം. അച്ഛൻ്റെ പേര് തമ്പാൻ എന്നായിരുന്നു കേട്ടോ. തമ്പാൻ ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ആൾ കുറച്ച് ജഗജാലക്കില്ലാടിയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വന്നത് അച്ഛൻ്റെ പേരിലോ അമ്മേൻ്റെ പേരിലോ ഒന്നുമല്ല. സാധാരണ നമ്മളൊരു വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഭിസംബോധന ചെയ്യത്തില്ലേ? അത് പറയുന്നത് എങ്ങനെ, അത് ഇന്ന ആളുടെ മോള്, ആ ആളുടെ കുട്ടി, അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ എന്നെ പറഞ്ഞിരുന്നത് എല്ലാവരും ആ ഏറെ മുടിയുള്ള കൊച്ചില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. അത് തള്ളല്ല, സത്യമായിട്ട് എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു. എനിക്ക് മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അത് വേറൊരു കാര്യം. അങ്ങനെ മുടി നന്നായിട്ട് നിറച്ച് മുടി ഉണ്ടായിരുന്ന ഞാൻ കല്യാണം കഴിക്കുന്നു. മുടി ഞാൻ കെയർ ചെയ്തിരുന്നത് ഞാനല്ല, എൻ്റെ മുടി കെയർ ചെയ്തിരുന്ന അത്രയും അമ്മയായിരുന്നു. അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും അമ്മയ്ക്കായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം പുറം നിറച്ച് തിങ്ങിയ മുടിയായിരുന്നു, അത് ചുരുണ്ട മുടിയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഉടക്കൊക്കെ കളഞ്ഞ് ക്ലീനാക്കി നീറ്റാക്കി ചീകി ഇങ്ങേ സൈഡിൽ എത്തുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ആദ്യം തുടങ്ങിയ സൈഡിൽ ഫുള്ളും വീണ്ടും ജട കെട്ടി ഉടക്കായിട്ടുണ്ടാവും. അപ്പം ഇതിനെ അഴിച്ചെടുക്കൽ കുറച്ച് പാടാണ്. ഒരാളുടെ സഹായം നമുക്ക് വേണം. പിന്നെ ഞാൻ ഓർമ്മ വെച്ച സമയം തൊട്ട് ഞാൻ കാച്ചി എണ്ണ തന്നെ തേച്ച് മുടി വളർത്തിയ കേട്ടോ. നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് അമ്മ എണ്ണ കാച്ചി തരും. ആ കാച്ചി എണ്ണ നന്നായിട്ട് തലയിൽ ഇടുക. പിന്നെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിരുന്നു, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് താളിയായിരുന്നു. പക്ഷെ എൻ്റെ മുടിയുടെ ഒരു കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. പിന്നെ മുടി എന്ന് പറഞ്ഞാൽ കുറച്ച് ജെനറ്റിക്കലാട്ടോ. എനിക്ക് അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കാണുന്നിട്ട് അമ്മയ്ക്ക് മുടിയില്ല. കുറേ അധികം കാരണങ്ങളാൽ അമ്മയുടെ മുടി അങ്ങനെ നഷ്ടപ്പെട്ടു പോവുക ഉണ്ടായത്. കുറച്ച് ടെൻഷൻസും കുറച്ച് ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ വന്നപ്പോഴത്തേക്കും അമ്മയുടെ മുടിയെല്ലാം അങ്ങനെ ഊരി പോവുക ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് നിറച്ച് മുടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ജനറ്റിക്കൽ ഒരു ഇതാണ്. എനിക്കും എൻ്റെ അനിയത്തിക്കൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷേ കാച്ചി എണ്ണ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഈ മുടി ഇത്രയെങ്കിലും അവശേഷിക്കാനുള്ള കാരണം ഞാൻ അന്ന് ആ ചെറുപ്പത്തിൽ വളർന്ന സമയത്ത്, നമ്മുടെ മുടി വളരുന്ന സമയത്ത്, നമ്മൾ വളരുന്ന സമയത്ത് നന്നായിട്ട് കാച്ചെണ്ണ യൂസ് ചെയ്തതിനോട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനിയനുണ്ട്. അവന് ആൺകുട്ടിയല്ലേ, മുടിക്ക് അത്ര വലിയ കെയറൊന്നും വേണ്ട, പച്ച വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ അവനെ ഒഴിവാക്കി നിർത്തിയത് കൊണ്ട് ഇന്ന് അവന് മുടി നന്നായിട്ട് ലോസ് ആവുന്നുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു 30+ ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറേ അധികം ജീവിത പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വരത്തില്ലേ. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് ഹെയർ ലോസ് ഉണ്ടാവും. അപ്പം നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ കെയർ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ മുടിയുടെ ആ ഒരു കപ്പാസിറ്റി, നിലനിൽപ്പെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം കുറേ നാൾക്ക് ശേഷം അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അധികം മുടി പോയി. ആ മുടി പോകാനുള്ള കാരണം കാച്ചെണ്ണ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. കല്യാണം കഴിച്ച് വീട്ടിൽ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ കാച്ചെണ്ണ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ മാത്രമായി തേക്കൽ. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഞ്ഞിനെ നോക്കലും അതിൻ്റെ തിരക്കുകളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും മുടി ഫുൾ കെയർ ചെയ്യുന്നങ്ങ് വിട്ടു. കാരണം എൻ്റെ മുടിക്കൊരു സപ്പോർട്ട് എന്തായാലും ഒരാളുടെ ഹെൽപ്പ് വേണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തീരെ കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ അത് ഫുള്ളായിട്ട് അങ്ങ് പോയി. അതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനായിട്ട് എനിക്ക് ടൈമും ഇല്ല, വേറെ നമ്മുടെ കൂടെ ആരുമില്ല. അങ്ങനെ എൻ്റെ ഏട്ടനാണെങ്കിലും മുടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുടിയുള്ള ഇത് ഭയങ്കര ഇഷ്ടം, മുടി ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം പുള്ളിയുടെ അമ്മയ്ക്ക് നല്ല മുടിയുണ്ട്. അപ്പം ഞാൻ ഇതിപ്പം കുറേ നാൾക്ക് ശേഷം ഞാൻ എൻ്റെ മുടി ഒന്ന് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ 30-ലൂടെയല്ല നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ 30-ലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ കുറച്ച് ഹെയർ കെയർ ചെയ്യണം കേട്ടോ. ഇത് പറയാൻ കാരണം നമ്മുടെ ഹെയർ, നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെൽത്ത്, ഇത്രയും സാധനങ്ങൾക്ക് ഇത്രയും നാളും അതായത് ഒരു 23 മുതൽ ഒരു 33 വരെയുള്ള 10 വർഷങ്ങൾക്കിടെ ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല.
സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പ്രോപ്പറായിട്ടുള്ള റൂട്ടീനില്ലേ അതുപോലും കൃത്യമായിരുന്നില്ല. പല തരത്തിലുള്ള സംഘർഷങ്ങളും ടെൻഷൻസും ടൈമില്ലാത്ത അവസ്ഥയും മക്കളെ വളർത്തലും പല പല പലതരത്തിലുള്ള ചുറ്റിനും പല വ്യക്തികളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കിട്ടുന്നൊരു പ്രഷറുണ്ടല്ലോ, ഈ പ്രഷർ കാരണം ഓൾറെഡി ഡാമേജ്ഡ് ആയിരുന്ന എൻ്റെ ബോഡിയും എൻ്റെ മൈൻഡും വീണ്ടും വീണ്ടും ഡാമേജ് ആവാൻ തുടങ്ങി. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എൻ്റെ ഫുൾ ബോഡിയിലും ഹെയറിലും എല്ലാം കാണാൻ തുടങ്ങി. ഇനിയെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ലോസ് ആവുന്ന ഒരവസ്ഥയിലോട്ടാണ് എത്തുന്നത്. കാരണം ഹെൽത്തൊക്കെ ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, മൊത്തത്തിൽ പോയ അവസ്ഥയാണ്. ഇനി ഞാൻ എങ്ങനെ തിരിച്ച് കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല. വീഡിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിച്ചതെന്നറിയാമോ, ചിലപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് പോലെ വരും അല്ലേ. അതായത് നമുക്ക് വീഡിയോ എടുക്കാം, ഒരിക്കൽ പറഞ്ഞാണല്ലോ, അപ്പം ഇപ്പം നമ്മളൊരു ചലഞ്ച് ചെയ്യാമെന്ന് വെച്ചോ. നമ്മൾ ഒരുപാട് ചലഞ്ചൊക്കെ കാണാറില്ലേ, ഇപ്പോൾ 100 ഡേ ചലഞ്ച്, 30 ഡേ ചലഞ്ച്, അങ്ങനെ ഒരു ചലഞ്ച് ചെയ്താലെന്ന് ഞാൻ ആലോചിക്കും. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യത്തില്ല, ഉറപ്പായിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ എണ്ണ അപ്ലൈ ചെയ്ത് ഞാൻ കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഇപ്പോൾ തൽക്കാലം അപ്ലൈ ചെയ്തത്. ഇത് നന്നായിട്ട് ഓട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറേ അധികം സമയം റെസ്റ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ, ഡാൻസ് കളിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പിള്ളേരുടെ പുറകെ ഓടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഷാമ്പു വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. എണ്ണ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് നടന്നുകൊണ്ട് ഒരു ഗുണവുമില്ല. ആ വെച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈമില്ലേ, അത്രയും ടൈം മതി കേട്ടോ. പിന്നെ നന്നായിട്ട് തോർത്തിയ ശേഷം നമ്മൾ അതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന എല്ലാ ചീപ്പും നന്നായിട്ട് ബ്രഷ് ചെയ്യണം. കാരണം സോപ്പോ ഹാൻഡ് വാഷോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ തലയിലിടുകയുള്ളൂ. കാരണം ഷാമ്പൂ ഒക്കെ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഡാൻഡ്രഫ് പോകും. ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ നന്നായിട്ട് ഡാൻഡ്രഫ് പോയിട്ട് നമ്മുടെ തലയിലെ എല്ലാ ഇറിറ്റേഷൻ, ഇച്ചിങ് എല്ലാം മാറ്റുന്ന തരത്തിലുള്ളൊരു ഷാമ്പൂ ആണ് കേട്ടോ. അപ്പം ഈ കൂട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇവരൊക്കെ പിടിച്ച് വലിച്ചതിൻ്റെയൊക്കെ ബാലൻസാണ് കുറച്ച് എൻ്റെ തലയിലിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ബാക്കി വരുന്നത് ഈ ഒരു പിടുത്തത്തിൻ്റെയൊക്കെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. ഇപ്പോൾ ഇതിനൊക്കെ കുറച്ചൊക്കെ ആയി, 4-5 വയസ്സൊക്കെ ആവാറായപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലോട്ടൊക്കെ തട്ടിയല്ലോ. ഇനിയെങ്കിലും കുറച്ച് നമുക്ക് വേണ്ടി ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു. ആർക്കും നഷ്ടം, വേറെ ആർക്കും നഷ്ടമില്ല, നമുക്ക് മാത്രമാണ് നഷ്ടം. അപ്പോൾ ഞാൻ തലയിറങ്ങുന്നതായിട്ട് കുറേ അഭിനയിച്ചപ്പോഴാണ് അവൻ്റെ നിന്ന് വെറുതെ വിട്ടത്. അങ്ങനെ ഞാൻ മുടി നല്ലതായിട്ട് തോർത്തി നല്ലോണം വെള്ളമായി എല്ലാം പോയ ശേഷം മാത്രം നന്നായിട്ട് ചീകി വീണ്ടും ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഓയിൽ മസാജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തൊള്ളൊരു ബൈ, സീ യു.